എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറാനിലെ മനുഷ്യർ മുസ്ലിങ്ങൾ എങ്ങനെയൊക്കെ വിവാഹം കഴിക്കണം എന്ന് നിശ്ചയിക്കുന്നതിന് വേണ്ടി 3 വാല്യങ്ങൾ ഉള്ള ഒരു നിയമസംഹിത തന്നെ ഈ ആയത്തുള്ള ഖൊമേനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പെൺകുട്ടികളെ 9ാമത്തെ വയസ്സിൽ തന്നെ കെട്ടണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇപ്പം മരിച്ച ഖൊമേനി ഉണ്ടാക്കിയതല്ല. 1985 റൂഹുള്ള ഖൊമേനി ഉണ്ടാക്കി വെച്ച ഒരു നിയമസംഹിതയാണത്. ഇന്നും തുടരുന്നതാണ്. ആ നിയമസംഹിതയുടെ പേരാണ് തഹ്രീർ അൽ വസീല. ഈ ഗ്രന്ഥത്തിലെ 3ാം വാല്യത്തിൽ 229ാമത്തെ അധ്യായമാണ് ഇറാൻകാർ എങ്ങനെ വിവാഹം കഴിക്കണം, വിവാഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണം എന്നൊക്കെ എഴുതി വച്ചിട്ടുള്ളത്. അതുപ്രകാരം ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കേണ്ട പ്രായം മിനിമം 9 വയസ്സാണ്. ഇതിനിടയിൽ 2002 ആരൊക്കെ ഇടപെട്ട് 13 വയസ്സാക്കിയിരുന്നു. പക്ഷേ അത് ജഡ്ജിമാർക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും താഴ്ത്താം, 9 വരെ താഴ്ത്താം. അങ്ങനെ നോക്കുമ്പോൾ ഔദ്യോഗിക കണക്കുകൾ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ ഇറാനിൽ ഇപ്പോഴും ഒരു വർഷം 1000-ത്തിലധികം വിവാഹങ്ങൾ 9 വയസ്സിൽ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. ഈ 9 വയസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 365 ദിവസമുള്ളൊരു വർഷമല്ല, ചന്ദ്രവർഷമാണ്. ചന്ദ്രന് അത്രയ്ക്കും ദിവസങ്ങൾ വേണ്ടല്ലോ. അപ്പോൾ 8 വയസ്സും ചില്ലറ മാസങ്ങളും മാത്രം മതി. 9 വയസ്സ് തികയാത്ത കുട്ടികളെ വിവാഹം കഴിക്കേണ്ട കാര്യം ഘട്ടം വന്നാലോ? അങ്ങനൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ വിടേണ്ട കാര്യമൊന്നുമില്ല. മുല കുടിക്കുന്ന പ്രായത്തിലുള്ള ശിശുവായാൽ പോലും അവരെ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് ഈ നിയമസംഹിതയിൽ എഴുതി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കിത് ഈ സംഹിത വായിക്കാതെ നിവൃത്തിയില്ല. കേൾക്കുമ്പോൾ അത്ര സുഖമുള്ള കാര്യമല്ല. ഒരു പെൺകുട്ടിക്ക് 9 വയസ്സ് തികയുന്നത് വരെ അവളുമായി ലൈംഗിക ബന്ധം പാടില്ല. 9 വയസ്സായാലാവാം. അത് സ്ഥിരമായ വിവാഹമായാലും താൽക്കാലികമായ വിവാഹമായാലും. എന്നിരുന്നാലും മുല കുടിക്കുന്ന പ്രായത്തിലുള്ള ശിശുവായാൽ പോലും ആ കുട്ടിയെ കാമത്തോടെ സ്പർശിക്കാം, കാമത്തോടെ കെട്ടിപ്പിടിക്കാം, തുടകളിൽ ഉരസാം. അത്തരം മറ്റ് സുഖാനുഭവങ്ങൾ ഏർപ്പെടുന്നതിന് തടസ്സമല്ല. എന്നാൽ ഒരു വ്യക്തി അതിനും അപ്പുറം പോയി 9 വയസ്സ് തികയാത്ത പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതുകൊണ്ട് ആ പെൺകുട്ടിക്ക് ശാരീരികമായ പരിക്കുകളൊന്നും പറ്റിയില്ല എങ്കിൽ അയാളൊരു പാപം ചെയ്തു എന്നതൊഴിച്ചാൽ മറ്റ് ശിക്ഷകൾക്കൊന്നും പുള്ളി വിധേയനാകില്ല. എന്നാൽ ആ ലൈംഗിക ബന്ധം കാരണം ശാരീരികമായ ചില പരിക്കുകൾ ആ പെൺകുട്ടിക്ക് സംഭവിക്കുകയും അതുവഴി മൂത്രനാളിയും ആർത്തവനാളിയും തകർന്ന് രണ്ടും ഒന്നായി മാറിയാൽ, അല്ലെങ്കിൽ ആർത്തവനാളിയുടെയും അനസിൻ്റെയും ഉൾഭാഗത്തെ ഭിത്തികൾ തകർന്ന് രണ്ടും കൂടി ഒന്നായി മാറുകയും ചെയ്താൽ പിന്നെ അയാൾക്ക് ഇവളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അയാൾ എന്നേക്കുമായി അവൾക്ക് നഷ്ടപ്പെടും, ഒരു നിഷിദ്ധമായി തീരും. ഒരു പെൺകുട്ടിയെ 9 വയസ്സിന് മുമ്പ് ബലാത്സംഗം ചെയ്യുകയും അവളുടെ സ്വകാര്യ ഭാഗങ്ങൾ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി കൊടുക്കുകയും ചെയ്ത ഒരു നീചന് ഖൊമേനി കൊടുത്ത ശിക്ഷയാണ് നമ്മൾ കേൾക്കുന്നത്. ഇനി അങ്ങനെ ചെയ്യാൻ കൊടുക്കില്ല. എന്തൊരു ശിക്ഷയാണിത്! ഇനി അടുത്ത ഒരു പ്രശ്നം കൂടി പറയുന്നുണ്ട്. നിക്കാഹ് എന്ന് പറയുമ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. ഒരാൾക്ക് അയാളുടെ ഭാര്യയുമായി അസ്വാഭാവികമായ രീതിയിൽ പിൻഭാഗത്തിലൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അനുമതിയുണ്ട്. കൂടുതൽ ജാഗ്രതയുള്ള അഭിപ്രായമനുസരിച്ച് ഇത്തരം പ്രവൃത്തികൾ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്, പ്രത്യേകിച്ചും അവൾ അതിന് സമ്മതിക്കുന്നില്ല എങ്കിൽ. ഈ 2 നിയമങ്ങൾ വായിച്ചാൽ തന്നെ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇറാനിലെ സ്ത്രീകൾ ഇത്രയ്ക്ക് വയലൻ്റായി ഈ ഖൊമേനിക്കെതിരെ പ്രതികരിക്കുന്നതെന്ന്. അവിടുത്തെ പുരുഷന്മാരെക്കാൾ കലിയാണ് സ്ത്രീകൾക്ക്. ഇത്രയ്ക്കും നിഷ്ഠൂരമായ നിയമങ്ങൾ അടിച്ചേൽപ്പിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഈ ഖൊമേനി ഭരണകൂടത്തെ കടപുഴക്കി എറിയണമെന്ന് ജനങ്ങൾ 9 തവണ ആഗ്രഹിച്ച് തെരുവിലിറങ്ങിയതാണ്. നടന്നില്ല. അപ്പോഴാണ് ഇസ്രായേലും അമേരിക്കയും കൂടി അവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി ഈ നീചന്മാരെ കൊന്നു തള്ളാൻ തുടങ്ങിയത്. അപ്പോൾ ഖൊമേനി കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്, മറ്റൊന്നുമല്ല. പുള്ളി കൊല്ലപ്പെട്ടിട്ട് 7 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ശവം സംസ്കരിക്കാൻ പറ്റിയിട്ടില്ല. സുരക്ഷാ കാരണങ്ങളാണ്.
ബുധനാഴ്ച, ഈ കഴിഞ്ഞ ബുധനാഴ്ച എല്ലാവിധ ബഹുമാനങ്ങളോടും കൂടി അദ്ദേഹത്തെ സംസ്കരിക്കുമെന്നും വലിയ പബ്ലിസിറ്റി ഇറക്കിയിരുന്നു. എന്നാൽ ഇതും നോക്കിയിരിക്കെയാണ് അമേരിക്ക. ആ ശവഘോഷ യാത്ര നീങ്ങുന്ന സമയം അവിടെ ഒരു മിസൈൽ, എല്ലാവരും ഒരുമിച്ച് തീരും. അതുകൊണ്ട് ഇക്കാര്യം മനസ്സിലാക്കിയ ഈ ഖൊമേനി ആൻഡ് ടീം ബുധനാഴ്ച വെച്ചിരുന്ന മയ്യത്ത് ചടങ്ങ് വീണ്ടും മാറ്റിയിരിക്കുകയാണ്. എന്നാണെന്നറിയില്ല. ഒന്ന് നോക്കണം നമ്മൾ. അധികാരം കൊണ്ട് പുളച്ച് നടന്നിരുന്ന ഒരു ഭരണാധികാരി വർഗത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ദയനീയമാണ്. ആ ദയനീയാവസ്ഥ കണ്ട് ഇറാൻ ജനത ദുഃഖിക്കുകയല്ല, തുള്ളിച്ചാടുകയാണ്. തങ്ങളുടെ കുട്ടികളുടെ ശവശരീരം അടക്കാൻ ഒരിക്കലും സമ്മതിക്കാത്ത ഖൊമേനിക്ക് അതേ അവസ്ഥ വന്നിരിക്കുന്നു. അവരെങ്ങനെ സന്തോഷിക്കാതിരിക്കും? സോഷ്യൽ മീഡിയയിലാണ് ഈ ആഹ്ലാദം അലതല്ലിക്കൊണ്ടിരിക്കുന്നത്. മുൻപ് പ്രതിഷേധക്കാരോട് എങ്ങനെയാണ് ഖൊമേനി ഭരണകൂടം പെരുമാറിയിരുന്നത്, അവരെ പരിഹസിച്ചിരുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഇരട്ടി പരിഹാസമാണ് ഇപ്പോൾ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരാൾ എഴുതിയിരിക്കുകയാണ്, ഖൊമേനിയുടെ ശവത്തിൻ്റെ നാറ്റം മിഡിൽ ഈസ്റ്റ് മുഴുവനും പടർന്നിട്ടും അവരതിനെ അടക്കാൻ ധൈര്യപ്പെടുന്നില്ല. മറ്റൊരു പോസ്റ്റ് പറയുന്നത്, 6 ദിവസങ്ങൾ കഴിഞ്ഞു, അലി ഖൊമേനിയുടെ ചീഞ്ഞഴുകിയ ശരീരം ഇപ്പോഴും നിലത്ത് കിടക്കുകയാണ്. ചില സോഷ്യൽ മീഡിയ വക്താക്കൾ ചത്ത എലിയുടെ കുറേ ചിത്രങ്ങൾ ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ എഴുതി, ഖൊമേനിയുടെ മൃതദേഹത്തിൻ്റെ ആദ്യ ചിത്രമാണിതാ പുറത്തു വന്നിരിക്കുന്നു. ഭരണകൂടം ഉപയോഗിച്ചിരുന്ന അതേ പരിഹാസവും ക്രൂരതയും ജനങ്ങൾ അവർക്ക് നേരെ അഴിച്ചു വിടുന്ന സീനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഖൊമേനിക്കൊരു ശീലമുണ്ടായിരുന്നു. പലപ്പോഴും അയാൾ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഈ അടക്കാൻ വേണ്ടി ഇവർക്ക് വിട്ടുകൊടുത്തിരുന്നില്ല. അക്കാര്യം ഓർമ്മിച്ചുകൊണ്ട് ബന്ധുക്കൾ ഇങ്ങനെ കുറിച്ചു, അയാളുടെ ഏജൻറ്റുമാർ ഞങ്ങളുടെ മക്കളുടെ മൃതദേഹങ്ങൾ രഹസ്യമായിട്ടാണ് അടക്കം ചെയ്തിരുന്നത്. ഇപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ സ്വന്തം ശരീരം നിലത്ത് തന്നെ കിടക്കുന്നു. ഒരാൾ കാവ്യാത്മകമായി ഇങ്ങനെയാണ് എഴുതിയത്, ഖൊമേനി ജനങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ അവശേഷിപ്പിക്കുകയും ദുഃഖിതരായ കുടുംബങ്ങൾക്ക് വിലാപം ആചരിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കുകയും ചെയ്തു. മുമ്പ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ബുള്ളറ്റ് ടാക്സിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ. പ്രതിഷേധങ്ങൾക്ക് ഇടെ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ വിട്ടുകിട്ടാൻ അവരെ കൊല്ലാൻ ഉപയോഗിച്ച വെടിയുണ്ടയുടെ ചിലവ് കുടുംബങ്ങളിൽ നിന്ന് ഖൊമേനി ഈടാക്കിയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ ബുള്ളറ്റ് ടാക്സിൻ്റെ ക്രൂരതയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരാൾ കുറിച്ചിരിക്കുന്നു, ഖൊമേനിയുടെ മൃതദേഹം ചീഞ്ഞഴുകി പുഴുക്കൾ വരാൻ തുടങ്ങിയെന്ന് ഞാൻ കേട്ടു. ബങ്കർ തകർക്കുന്ന ബോംബുകൾ മൂലമാണല്ലോ അയാൾ കൊല്ലപ്പെട്ടത്. ആ ബോംബിൻ്റെ പണം അമേരിക്കയ്ക്ക് കൊടുക്കുക, അത് നൽകാൻ നിങ്ങളുടെ കയ്യിൽ പണമില്ലേ? പേർഷ്യയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, ശവസംസ്കാര ചടങ്ങുകളെക്കുറിച്ചുള്ളൊരു പേർഷ്യൻ പഴഞ്ചൊല്ല് എന്ന് വേണേൽ പറയാം. ഒരു മൃതദേഹം ഒരിക്കലും അടക്കം ചെയ്യപ്പെടാതെ നിലത്ത് കിടക്കില്ല എന്നൊരു വചനമാണ്. ഇത് ഉദ്ധരിച്ചുകൊണ്ട് ഒരാൾ എഴുതിയിരിക്കുകയാണ്, ആരും ഇല്ലാത്തവരാണെങ്കിൽ പോലും ഒടുവിൽ നഗരസഭയെങ്കിലും അവരെ അടക്കം ചെയ്തു. എന്നാൽ 6 ദിവസങ്ങൾ പിന്നിട്ടിട്ടും അലി ഖൊമേനിയുടെ ശരീരം ഇപ്പോഴും അവിടെ തന്നെ കിടക്കുകയാണ്. പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ട മക്കളുടെ ശവശരീരം വിട്ടുകിട്ടണമെങ്കിൽ ടാക്സ് മാത്രം കൊടുത്താൽ പോരായിരുന്നു. ബാസിജ് എന്നൊരു ഭരണകൂട സംഘടന അവിടെയുണ്ട്. അതിൽ അംഗങ്ങളായിരുന്നു ഞങ്ങളുടെ മക്കൾ എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണം എന്നൊരു നിയമം കൂടി ഉണ്ടായിരുന്നത്രേ. ഇക്കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു പിതാവ്, മകൻ നഷ്ടപ്പെട്ട ഒരു പിതാവ് ഇങ്ങനെ കുറിച്ചു, അലി ഖൊമേനിയുടെ മൃതദേഹം തിരികെ കിട്ടണമെങ്കിൽ അയാൾ മൊസാദിൻ്റെ ചാരസംഘത്തിൽ പെട്ട ആളായിരുന്നു എന്ന് ഇസ്രായേലിനോട് സമ്മതിച്ചു കൊടുക്കണമെന്ന്. മറ്റൊരു ഇറാൻകാരൻ പറയുന്നത്, ഖൊമേനിയെയൊക്കെ അവർ ഉപേക്ഷിച്ചതായി തോന്നുന്നു. ഒരുപക്ഷെ അമേരിക്കൻ നാവികസേന വന്ന് ആ ശവം കടലിലെറിയാനാണ് സാധ്യത. മറ്റൊരു പോസ്റ്റിൽ എഴുതിയിരിക്കുകയാണ്, ഖൊമേനിയുടെ മൃതദേഹത്തിൻ്റെ മേലെ എനിക്ക് ഇനിയും ബോംബിടണം, എനിക്ക് തൃപ്തിയായിട്ടില്ല. ഭരണകൂടം തങ്ങളുടെ പ്രിയപ്പെട്ടവരോട് കാണിച്ച അതേ നിസ്സംഗതയും ക്രൂരതയും ജനങ്ങൾ തിരിച്ചു കൊടുക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. എന്നാൽ കേരളത്തിലെ ഒരു പ്രമുഖ വിഭാഗം ബുദ്ധിജീവികൾക്കും പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാർക്കും ഇതൊന്നും കാണാൻ കണ്ണില്ല. എന്താണ് നമ്മുടെ രാഷ്ട്രീയക്കാർ ഇത്രയ്ക്കും മോശമാകുന്നത്?
ഖൊമൈനി എങ്ങനെയാണ് ഇവർക്ക് കരളിൻ്റെ കഷ്ണമാകുന്നത്? ഒരു പിടുത്തം കിട്ടുന്നില്ല. എങ്കിലും നമ്മളിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഈ ഉള്ളവരെ തോന്നുന്നത് അവരുടെ അമേരിക്കൻ വിരോധം കൊണ്ടാണ് ഇതൊക്കെ ഇവർ ചിലതൊന്നും കാണാതെ വിടുന്നത് എന്നാണ്. ഖൊമൈനി അമേരിക്കൻ വിരോധിയാണല്ലോ, അപ്പോൾ പിന്നെ ഒന്നും നോക്കാനില്ല, അയാൾക്ക് ഫുൾ സപ്പോർട്ട്. അമേരിക്ക ലോകത്തെ ചൂഷണം ചെയ്ത് തടിച്ചു കൊഴുത്ത ഒരു ബൂർഷ സാമ്രാജ്യത്വ ശക്തിയാണ്. അവർ എന്ത് നല്ല കാര്യം ചെയ്താലും ഞങ്ങൾ എതിർക്കും, കാരണം അവർ ഒരു കാലത്തും നല്ലത് ചെയ്യില്ല. അതാണ് ഞങ്ങളുടെ നയം. ഞങ്ങളുടെ സിരകളിൽ ഒഴുകുന്നത് തൊഴിലാളി വർഗത്തിൻ്റെ രക്തമാണ്. തൊഴിലാളി വർഗത്തിൻ്റെ ഒപ്പം നിൽക്കുന്നവർക്ക്, ചൂഷണം ചെയ്യപ്പെടുന്നവർക്ക് ഒരിക്കലും അമേരിക്കയെയും ഇസ്രായേലിനെയും എതിർക്കാതിരിക്കാനാവില്ല. ഈ ഒരു നിലപാട്, അത് സത്യസന്ധമായ നിലപാടാണെങ്കിൽ, ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആദരിക്കേണ്ടതുണ്ട്. എന്നാൽ അങ്ങനെ ഉറച്ചു നിൽക്കുന്നവരാണോ കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ? നമ്മൾക്കറിയാവുന്നിടത്തോളം അമേരിക്ക എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. പ്രത്യേകിച്ചും ഞാൻ ഈ മൈദ സെറ്റനോ അല്ല പറയുന്നത്, അടിത്തട്ടിലുള്ള മൈദ ടീമിനെ അല്ല, പോസ്റ്റ് ട്രിപ്പിൾ ടീമിനെ അല്ല പറയുന്നത്. ഇവരുടെ അധികാരത്തിലിരിക്കുന്ന നേതാക്കൾക്ക് അവരുടെ മക്കൾക്ക് ഗവേഷണം ചെയ്യാനുള്ള ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാണ് അമേരിക്ക. അതുപോലെ ചില നേതാക്കന്മാർക്ക് അത്യാധുനിക ചികിത്സ നേടാനുള്ള ഒരു ഹെൽത്ത് കെയർ ഹബ്ബ് കൂടിയാണ് അമേരിക്ക. സുഖിക്കേണ്ട സമയം വരുമ്പോൾ, ചികിത്സിക്കേണ്ട കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് അമേരിക്ക വേണം. ആ സമയം ചൈന വേണ്ട, റഷ്യ വേണ്ട, ഇറാൻ വേണ്ട, ഗാസ വേണ്ട, അമേരിക്ക മാത്രം, ഓൺലി അമേരിക്ക. അപ്പം നമുക്കൊരു സംശയം തോന്നും, എങ്ങനെയാണ് ഈ അമേരിക്കക്കാർക്ക് ഗവേഷണത്തിനായി കുറേ തുക മാറ്റി വയ്ക്കും, ഇത്രയും വലിയ തുക മാറ്റി വയ്ക്കാൻ കഴിയുന്നത്? ആ തുകയെടുത്ത് നമ്മുടെയൊക്കെ പിള്ളേരെ അവരെങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? കമ്മ്യൂണിസ്റ്റുകൾക്ക് അതിന് ഉത്തരമുണ്ട്. അമേരിക്കയുടെ സമ്പത്ത് എന്നത് മറ്റ് രാഷ്ട്രങ്ങളെ ചൂഷണം ചെയ്ത്, ആയുധക്കച്ചവടം ചെയ്ത്, എണ്ണ പിടിച്ചെടുത്ത് ഉണ്ടാക്കിയതാണ്. ആ ചൂഷണപ്പണത്തിൽ നിന്നെടുത്താണ് അവർ അവരുടെ ഗവേഷണ പണം കണ്ടെത്തുന്നത്, ഗവേഷണത്തിലുള്ള പണം കണ്ടെത്തുന്നത്. നല്ല വിശദീകരണമാണ്. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ആണ് അവർ പണം ഉണ്ടാക്കുന്നതെങ്കിൽ, ചൂഷണം നടത്തിയാണ് ആ പണം ഉണ്ടാക്കുന്നതെങ്കിൽ, ആ ചൂഷണത്തിൽ കിട്ടിയ ഫണ്ട് ഉപയോഗിച്ച് എന്തിനാണ് നിങ്ങളുടെ മക്കളെ പഠിക്കാൻ വിടുന്നത്? കൊള്ള മുതലിൽ പങ്കു പറ്റുന്നത് ശരിയാണോ? ഒത്തിരി നാണമുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുമോ? നമ്മുടെ നാട്ടിൽ SS ലാൽ എന്ന് പറഞ്ഞ ഒരു പ്രശസ്തനായ ഡോക്ടറുണ്ട്. ലോകാരോഗ്യ സംഘടനയിലായിരുന്നു, ഇപ്പോഴും അതുപോലെ ഏതൊരു സംഭവത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ അദ്ദേഹം ഈ WHO വേണ്ടി പണിയെടുക്കാൻ പോയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് UDF മന്ത്രിസഭ വരുമ്പോൾ, അങ്ങനെ മന്ത്രിസഭ ഉണ്ടാകുകയാണെങ്കിൽ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി അദ്ദേഹമായിരിക്കും എന്നാണ്. അദ്ദേഹം പ്രസംഗത്തിലൂടെയും ഫേസ്ബുക്കിലൂടെയും നിരന്തരമായി ഉന്നയിക്കുന്നൊരു ചോദ്യമുണ്ട്. അത് ചോദ്യം കേട്ടാൽ കുറച്ച് കരച്ചിലും പല്ലുകടിയും ഒക്കെ ഉണ്ടാകുമെങ്കിലും നമുക്ക് ചോദിക്കാതെ പറ്റില്ല. അദ്ദേഹം ചോദിക്കുന്നു, ഇന്ത്യയിൽ കിട്ടാത്ത ഒരു ചികിത്സയ്ക്കാണ് ശ്രീ പിണറായി വിജയൻ അമേരിക്കയ്ക്ക് പോയത് എന്ന് ഏതെങ്കിലും ഒരു ഡോക്ടറെ കൊണ്ട് എഴുതിത്തരാൻ പറ്റുമോ? അദ്ദേഹം വീഡിയോയിലൂടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, കുറേ നാളായി അദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരു ഡോക്ടർ അങ്ങനെ പറയട്ടത്. നമുക്കറിയാം, ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഡൽഹിയിലെ AIIMS, അപ്പോളോ ആശുപത്രി, അല്ലെങ്കിൽ ബംഗളൂരു, മുംബൈ എന്നിവിടങ്ങളിലെ ലോകോത്തര ക്യാൻസർ സെൻ്ററുകൾ, അവിടെ ലഭ്യമല്ലാത്ത ഏത് നൂതന ചികിത്സാ വിധികളാണ് ഈ മയോ ക്ലിനിക്കിൽ ഉള്ളത് എന്നാണ് ലാലിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. ഇമ്മ്യൂണോതെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി തുടങ്ങിയ അത്യന്താധുനിക ചികിത്സകൾ ഇന്ന് ഇന്ത്യയിലെ എല്ലാ ആശുപത്രികളിലും ലഭ്യമാണ്. ഈ ചോദ്യത്തിന് ഒരു ഡോക്ടറും ഇതുവരെ മറുപടി പറയാൻ വന്നിട്ടില്ല. കാരണം അത് എഴുതി കൊടുക്കാൻ എളുപ്പമുള്ള കാര്യമില്ല. അവർക്ക് ലാൽ എന്ന ഡോക്ടറെ അറിയാം.
ആരാണ് മുഖ്യമന്ത്രിയെ ചികിത്സിക്കുന്നതെന്നും മുഖ്യമന്ത്രിയുടെ രോഗം എന്താണെന്നും അറിയാനുള്ള സോഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് ശ്രീ SS ലാൽ. ലോകാരോഗ്യ സംഘടനയിൽ പണിയെടുത്ത അദ്ദേഹത്തിന് ലോകം മുഴുവൻ ബന്ധങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? പുറമേക്ക് അമേരിക്കൻ വിരോധം ഒന്ന് ഉയർത്താൻ, ഒന്ന് തടുക്കാനായി നേരെ അമേരിക്കയിലേക്ക് ന്യൂയോർക്ക് ഫ്ലൈറ്റ്. ഇതാണ് ആത്മാർത്ഥതയില്ലാത്ത നിലപാട്. ഇരട്ടത്താപ്പെന്നും വേണമെങ്കിൽ പറയാം. സ്വന്തം അണികളെയും സഹപ്രവർത്തകരെയും വഞ്ചിക്കുന്ന ഈ നിലപാടിനോട് നമുക്ക് ആദരവിൻ്റെ വല്ല കാര്യവുമുണ്ടോ? അപ്പോൾ ഉള്ളിൽ പുകഞ്ഞു കത്തുന്ന അമേരിക്കൻ വിരോധം കൊണ്ടാണ് ഖമേനിയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറയാൻ കഴിയില്ല. കാരണം അങ്ങനെ ഒന്നും ഇല്ല. അമേരിക്ക അങ്ങനെ അവർക്ക് എല്ലാ കാലത്തും വിരോധമുള്ള സംഭവം ഉള്ളിൽ അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്തിനാണത് ഉണ്ട് എന്ന് കാണിക്കുന്നത്? ബിക്കോസ് ഓഫ് അണ്ടർ എസ്റ്റിമേറ്റിംഗ് ദി മുസ്ലിംസ് ഓഫ് കേരള. കേരളത്തിലെ മുസ്ലിങ്ങളെ വില കുറച്ച് കാണുന്നത് കൊണ്ടാണ് അവരിതൊക്കെ ചെയ്തു കൂട്ടുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 27% മുസ്ലിങ്ങളുണ്ട്. അവരെല്ലാം ഖൊമേനിയുടെ ആരാധകർ ആണെന്ന് ഇവർ കരുതുന്നു. ഖൊമേനിയെ പിന്തുണച്ചാൽ മുസ്ലിങ്ങൾക്ക് സുഖിക്കും, അവരുടെ വോട്ട് കിട്ടും എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ. സത്യത്തിൽ അതാണ് നടക്കുന്നത്. നാണമാകുന്നില്ലേ എന്ന് രണ്ടാമത്തെ തവണ ചോദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, സൗദി അറേബ്യ, UAE, ഈജിപ്ത്, ജോർദാൻ, മൊറോക്കോ, ടുണീഷ്യ, ഖത്തർ, കുവൈറ്റ് എല്ലാവിടെയും ഈ പറഞ്ഞ മുസ്ലിങ്ങൾ തന്നെയാണ് ജീവിക്കുന്നത്. അവരിൽ ഭൂരിപക്ഷവും ഈ ഖൊമേനിയെ പിന്തുണയ്ക്കുന്നില്ല എന്ന് നമ്മൾ അറിയണം. കാരണം അവിടുത്തെ മുസ്ലിങ്ങളെല്ലാം സുന്നികളാണ്. കേരളത്തിലെ മുസ്ലിങ്ങളും സുന്നികൾ തന്നെ. എന്നാൽ ഈ ഖൊമേനി ഉണ്ടല്ലോ, മരിച്ചുപോയ ഖൊമേനി, കൊല്ലപ്പെട്ട ഖൊമേനി, അദ്ദേഹം ഷിയ ആണ്. ഇതറിയാതെ പോയി ഇവിടെ ഹർത്താൽ നടത്തിയ ഹർത്താൽ പൊളിയേ ഉള്ളൂ. ഷിയയും സുന്നിയും തമ്മിൽ ഒരു ഉത്തരേന്ത്യൻ ബ്രാഹ്മണനും ദളിതനും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തിനൊരു മാറ്റമുണ്ട്. കാരണം ഒരു ഷിയയ്ക്ക് വേണമെങ്കിൽ സുന്നിയായി മാറാം, സുന്നിക്ക് ഷിയയും ആകാം. എന്നാൽ ഒരു ദളിതന് ബ്രാഹ്മണനായി മാറാൻ പറ്റില്ല. ഈ ഹിന്ദുമതം ഇസ്ലാമിനേക്കാൾ മോശപ്പെട്ട മതമാകുന്നത് ഇത്തരം ചില ഭാഗങ്ങളിലാണ്. ഷിയകളിൽ ഇഷ്ടം പോലെ തീവ്രവാദികളുണ്ട്. അവരുടെ പ്രധാന പണി സുന്നികളുടെ പള്ളിയിൽ പോയി ബോംബിടലാണ്. തിരിച്ചുമുണ്ട്. ഒരു ഹിന്ദുത്വ തീവ്രവാദി ഈ നാട്ടിലെ സുന്നികൾക്ക് എതിരെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ദ്രോഹം ഒരു ഷിയക്കാരൻ, ഒരു ഷിയ തീവ്രവാദി സുന്നികൾക്കെതിരെ ചെയ്യുന്നു. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ കേരളത്തിലെ മുസ്ലിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ഈ രാഷ്ട്രീയക്കാർ ചെയ്യുന്നത്. അവർ കരുതിയിരിക്കുന്നത് അമേരിക്ക ഖൊമേനിയെ വധിച്ചു എന്നും പറഞ്ഞ് മുസ്ലിങ്ങൾ കൂട്ടനിലോളിയായി ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് എന്നാണ്. ശരിയാണ്, അവർ ഭക്ഷണം കഴിക്കുന്നില്ല. പക്ഷെ അത് അവർക്ക് നോമ്പായത് കൊണ്ടാണ്. അവർ നോമ്പ് തുറക്കുന്നുമുണ്ട്. അവർക്ക് ഏത് ഖൊമേനി, എന്ത് ഖൊമേനി, അതായത് മറ്റു മതക്കാർക്കുള്ള ഖൊമേനി തന്നെ അവർക്കുമുള്ളൂ, കൂടുതലൊന്നുമില്ല. ഇനി ലേശം കൂടുതൽ ഉണ്ട് എന്ന് വയ്ക്കുക, അത് ഈ രാഷ്ട്രീയക്കാർ പറഞ്ഞ് കയറ്റി ഉണ്ടാക്കിയ, അടിച്ചു വിട്ടുണ്ടാക്കിയ അമേരിക്കൻ വിരോധം കൊണ്ടാണ്, അല്ലെങ്കിൽ ഇസ്രായേൽ വിരോധം കൊണ്ടാണ്. അല്ലാതെ റാഡിക്കലായി ഒരു വിരോധവുമില്ല, ഒരു ദ്രോഹവും ഈ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഈ അമേരിക്കയോ ഇസ്രായേലോ ചെയ്തിട്ടില്ല. കാരണം ഗാസയിലൊന്നും നമ്മുടെ ആരും ജോലി ചെയ്യുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇറാനിൽ എത്ര ഇന്ത്യക്കാരുണ്ട്? സൗദി അറേബ്യയും കുവൈറ്റും നമ്മുടെ ഖത്തറും UAE ഒക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണുള്ളത്? ആരോ രൂപത്തിലും ആകെ അടിച്ച് കയറ്റിയ ഈ അമേരിക്കൻ വിരോധം മാത്രമേ ഉള്ളൂ. എത്രയോ പേർ ഈ അമേരിക്കയിൽ പോയി തന്നെ ജോലി ചെയ്യുന്നു, അവിടെ പോയി പഠിക്കുന്നു. നമുക്കറിയാം അമേരിക്ക ചെയ്യുന്ന തോന്നിയാസങ്ങളോട് നമുക്ക് വിരോധമുണ്ട്, പ്രതിഷേധമുണ്ട്. അത് മുസ്ലിങ്ങൾക്കുമുണ്ട്. എല്ലാവിധ ജനാധിപത്യ വിശ്വാസികൾക്കും അമേരിക്കയുടെ, പ്രത്യേകിച്ച് ട്രംപിൻ്റെ ഇപ്പോഴത്തെ നയങ്ങളോട് പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം രൂപപ്പെടേണ്ടത്, അല്ലെങ്കിൽ ആ പ്രതിഷേധം പ്രകടിപ്പിക്കപ്പെടേണ്ടത് ജനാധിപത്യ രാജ്യങ്ങളിൽ നിന്നാണ്. ഈ ജനാധിപത്യ രാജ്യങ്ങൾ കൊച്ചു കൊച്ചു സഖ്യങ്ങളുണ്ടാക്കി, അതിൽ നിന്ന് വലിയ സഖ്യങ്ങളുണ്ടാക്കി ഒറ്റക്കെട്ടായി നിന്ന് ട്രംപിനെ നേരിടുകയാണ് വേണ്ടത്. അല്ലാതെ
പെറ്റ തള്ള സഹിക്കാത്ത ക്രൂരതകൾ ചെയ്ത ഒരു ഏകാധിപതിയെ സപ്പോർട്ട് ചെയ്താണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കുടുംബത്തിൽ നിന്ന് വരെ സപ്പോർട്ട് കിട്ടില്ല. ഇത് മനസ്സിലാക്കാൻ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് പറ്റുന്നില്ല എന്നതാണ് ഗതികേട്. അവർ കരുതുന്നത് ലോകം മുഴുവൻ മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ് കയറ്റി ഇവിടുത്തെ മുസ്ലിങ്ങളെ ഇളക്കി വിടാം എന്നാണ്. എന്തൊരു ദ്രോഹമാണ്. എനിക്ക് പറയാനുള്ളത്, അതിന് വെച്ച വെള്ളം അങ്ങോട്ട് മാറ്റിവെച്ചു. ഇത് കേരളത്തിൽ ഒരിക്കലും നടക്കാനുള്ള സാധ്യത കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവർ ഇവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് എന്ന്. പണ്ട് നമുക്കറിയാം, ഹിന്ദുത്വ തീവ്രവാദികൾ ബാബറി പള്ളി പൊളിച്ചപ്പോൾ ഇതുപോലെ ഇവിടുത്തെ പുരോഗമനവാദികൾ മുസ്ലിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നു. മുസ്ലിം ലീഗിന് വർഗീയത പോരാ എന്നും പറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കയറി കുത്തിത്തിരിപ്പുണ്ടാക്കി അതിൽ നിന്നും വർഗീയതയുള്ള ഒരു വിഭാഗത്തെ അടർത്തിയെടുത്ത് INL ഉണ്ടാക്കി. ഒരുപാട് കൊതിച്ചു, ഒരുപാട് മോഹിച്ചു. മുസ്ലിങ്ങളൊക്കെ കുറേ വർഗീയവാദികളായി INL ചേരും, മുസ്ലിം ലീഗ് പൊളിയും. ഒരാഗ്രഹവും നടന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ വെറുതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. കേരളത്തിലെല്ലാവരും ബിരിയാണി കഴിക്കുന്നു, പൊറോട്ട തിന്നുന്നു, ബീഫ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു, ഈട്ട കലർന്ന് ജീവിക്കുന്നു. നമ്മുടെ പുറത്തു പോകുന്ന കുട്ടികൾ മതം നോക്കാതെ ഒരുമിച്ച് ജീവിക്കുന്നു, ലിവിങ് ടുഗദർ. ഇതാണ് കേരള സ്റ്റൈൽ. ഈ ഒരു ജീവിത രീതി ഇവിടെ എല്ലാ സമുദായങ്ങളുടെയും അതിജീവനത്തെ സഹായിക്കുന്നു. അതിലൊരു ഹാപ്പിനെസ് ഉണ്ട്. ആ ഹാപ്പിനെസ്സിനെ തകർക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല എന്ന് ഈ കപട പുരോഗമനവാദികളോട് പറയാതെ വയ്യ. 2 ദിവസം മുമ്പ് ഒരു ചാനലിലെ നായർക്ക് ചായ കുടിക്കുന്ന നേരം ഒരു ബോധോദയം ഉണ്ടായി. മുസ്ലിങ്ങൾ നോമ്പെടുക്കുന്ന സമയത്ത് ഞാൻ ചായ കുടിക്കുന്നത് ശരിയാണോ? പുള്ളി ചായ കുടിക്കാതെ മാറ്റിവെച്ചു. ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. നമ്മൾ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് പ്രസംഗം നിർത്താറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നാടകം നിർത്തിവെക്കാറുണ്ട്. സിനിമ നിർത്തുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. ചായ കുടിക്കുന്നത് മാറ്റിവെക്കുക. നോമ്പ് കാലത്ത് നോമ്പില്ലാത്ത ഒരാൾ ചായ കുടിക്കുന്നത് മാറ്റിവെക്കുക. ഇത് കേരളത്തിൽ നോർമലായ കാര്യമല്ല. അപ്പോൾ ഒരു പുതിയ നോർമൽ ഉണ്ടാക്കാനാണ് ഈ നായർ ശ്രമിച്ചത്. ഇങ്ങനെ ചെയ്യാൻ മുസ്ലിങ്ങൾ വല്ലവരും ഇയാളോട് ആവശ്യപ്പെട്ടോ? ഒരിക്കലുമില്ല. ഈ നായർ ജനിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഇവിടെ നോമ്പുണ്ടായിരുന്നു. നായരും ഞാനും മരിച്ചാൽ ഇവിടെ നോമ്പുണ്ടാവും. അവർ നോമ്പ് തുറക്കുന്നു, നോമ്പ് എടുക്കുന്നു. പിന്നെ അവരൊരിക്കലും നമ്മളോട് പറയാറില്ല ഞങ്ങൾ നോമ്പ് എടുക്കുകയാണ്, നിങ്ങൾ ഒന്നും കഴിക്കരുത് എന്ന് ഇതുവരെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ നായരി ഷോ കാണിച്ചത്? ഒരു ചാനലിൻ്റെ ന്യൂസ് റൂമിലിരുന്ന് ഇതുപോലുള്ള കോപ്പറട്ടികൾ കാണിച്ചാൽ അദ്ദേഹം വിചാരിച്ചിട്ടുള്ളത് മറ്റ് ചാനലുകളും ഇത് ഏറ്റെടുക്കും, കുറേ ആളുകൾ അതിനെ അനുകരിക്കും, അപ്പോൾ അത് പുതിയ ഒരു നോർമൽ ആയി തീരും എന്ന് പുള്ളി വിചാരിച്ചിട്ടുണ്ടാവാം. എന്തു പറയാനാണ് നായരെ, നിങ്ങൾ ഇങ്ങനെ മതാചാരങ്ങൾ പ്രചരിപ്പിക്കാൻ നടക്കുന്നത് ശരിയാണോ? അതിൽ എന്തെങ്കിലും ഒരു ശരിയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതാണോ ഒരു മുസ്ലിമിന് ഈ സംഖ്യകൾ ഭരിക്കുന്ന കാലത്ത് വേണ്ടത്? ഇന്ത്യയിൽ സ്വതന്ത്രമായും തുല്യ അവകാശത്തോടെയും ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിനുള്ള പ്രവർത്തനത്തിലല്ലേ ഒരു മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനും ഇടപെടേണ്ടത്? നോമ്പെടുക്കാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുകയാണോ നമ്മൾ ചെയ്യേണ്ടത്? ഈ നോമ്പൊക്കെ ആളുകൾ എടുക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ മൈൻഡ് ചെയ്യാനേ പാടില്ല. കാരണം ഈ നോമ്പൊക്കെ ഒരു വ്യക്തിപരമായ കാര്യമാണ്, അത് പ്രചരിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല. പണ്ട് പട്ടിണി കിടന്നാൽ ദൈവം പ്രീതിപ്പെടും എന്ന ഒരു വിശ്വാസം നമ്മുടെ പഴയ ഗോത്ര മനുഷ്യർക്കുണ്ടായിരുന്ന ആ കാലത്ത് ഉണ്ടാക്കി വെച്ച ഒന്നാണ് ഈ നോമ്പ്. എല്ലാ മതത്തിലും വിവരമില്ലാത്തവർ ഉള്ളതുകൊണ്ട് എല്ലാ മതത്തിലും നോമ്പും ഉണ്ട്. ആളുകൾ ബോറടിച്ചത് നിർത്തുന്നവരെ അത് ഉണ്ടായിരിക്കും. നിങ്ങൾ ഈ പട്ടി ഷോ ഒന്നും കാണിച്ച് വെറുതെ കോമാളിയായി മാറരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇറാൻ്റെ ഈ 3ാമത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇനി കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് നമുക്ക് കടക്കാം. നന്ദി, നമസ്കാരം.